വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. മൈ നെയിം ഇസ് അരുൺ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് SLCയുടെ ഒന്നാമത്തെ ഇംഗ്ലീഷ് ചാപ്റ്റർ തുടങ്ങാൻ പോവാം. അപ്പോൾ SLCയുടെ ചാപ്റ്റേഴ്സൊക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ ലക്ഷ്യ ട്യൂഷൻസിൻ്റെ ഓൺലൈൻ ചാനൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അറിയാം, ടെക്സ്റ്റൊക്കെ ചേഞ്ച് ആയിട്ട് പുതിയ ചാപ്റ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾ ആൾറെഡി സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ചാപ്റ്റേഴ്സൊക്കെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പുസ്തകങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇത്തവണ നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റ് നമുക്കായിട്ട് തന്നിട്ടുള്ള, നമുക്ക് പുസ്തകത്തിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോവാണ്. മെയിൻ ആയിട്ട് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. ഒന്നാമത്തെ യൂണിറ്റ് എന്താണ്? ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ട്രയൽസ് ആൻഡ് ട്രയംസ്. ആ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്, ഇൻ ദ ആറ്റിക്, ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ. 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ, ഒന്നാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി ആ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം തന്നെ പേരിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ട്രയൽസ് ആൻഡ് ട്രയംസ്. വാട്ട് ഇൻ ബൈ ട്രയൽസ്? ട്രയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് ട്രയൽസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? ട്രയൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ്ഷിപ്സ് അല്ലേ? ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടമായ പാത, അല്ലെങ്കിൽ ഹാർഡ് പാത്ത്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഇതാണ് ട്രയൽസ് അല്ലെ, കഷ്ടപ്പാടുകൾ. ആൻഡ് ട്രയംസ് എന്ന് വെച്ചാൽ എന്താണ്? വിക്ടറീസ് അല്ലെ, സക്സസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വിക്ടറികളും അല്ലെങ്കിൽ കഷ്ടപ്പാടും എന്താണ് വിക്ടറീസ് അല്ലെങ്കിൽ സക്സസും വിജയങ്ങളും എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത കഷ്ടപ്പാടുകളും അതിനുശേഷം ഉണ്ടാകുന്ന എന്താണ് വിജയങ്ങളും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുകളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്റേഴ്സും അതുമായി റിലേറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, തൊട്ട് താഴെ നോക്കട്ടെ. ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വരി കൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യലി ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അപ്പൊ നോക്കണേ, ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. അപ്പം മീൻസ് ഒരാൾക്ക് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു കാര്യം കറക്റ്റ് ആണോ ശരിയാണോ എന്നൊക്കെ നോക്കാൻ പറ്റൂ. ആൻഡ് വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ഐ. എന്താണ് എസെൻഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ നിന്നും ഇതായിരിക്കും. മീൻസ് നമുക്ക് നേരെ ഡയറക്റ്റ് ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ആവശ്യം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല, അതിനപ്പുറമാണ് പല കാര്യങ്ങളും എന്നാണ് പറയുന്നത്. മീൻസ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം, റിയൽ എന്താണെന്നുള്ളത് നമ്മുടെ കണ്ണുകൾക്കും അപ്പുറമാണ്, നമ്മുടെ കാഴ്ചയ്ക്കും അപ്പുറമാണ് റിയൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്ന ചെറിയൊരു ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാർട്ട്, ഒരു ചെറിയ കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കട്ടെ, ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. കെട്ടിടങ്ങളൊക്കെ അവിടെ തകർന്ന് കിടക്കുന്നതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിക്ചേഴ്സ് അല്ലേ. ഒരു പ്രാവിനെ പിടിച്ചു നിൽക്കുന്ന ഒരു പയ്യൻ കുട്ടിയോ, നമുക്ക് ജസ്റ്റ് ആ പിക്ചർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പുസ്തകത്തിലുള്ള അതേ പിക്ചർ തന്നെയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ ട്രയൽസ് ആൻഡ് ട്രയംസിനെ കുറിച്ച്, സക്സസ് അല്ലെങ്കിൽ എന്താണ് പറയുന്ന കഷ്ടപ്പാടുകളും വിജയങ്ങളും എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നുള്ള ആ ഒരു ഹെഡിങ് തന്നെ അതിനെന്ത് ചെയ്യുന്നു കാണിക്കുന്ന രീതിയിലാണ്. എന്താണ് കഷ്ടപ്പെട്ട് വിജയത്തിലേക്ക് എത്തുന്ന എന്താണ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ആ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന്, ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ആരാണ്? ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് എന്നറിയപ്പെടുന്ന റൈറ്റർ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് അദ്ദേഹം. എന്താണ് ആ ഒരു 19th സെഞ്ചുറിയിൽ 20th സെഞ്ചുറിയിൽ ഏറ്റവും അറിയപ്പെടുന്ന റൈറ്റർ ആണ് ആര്? ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് എന്നറിയപ്പെടുന്ന പുള്ളിക്കാരന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയും. നിങ്ങളത് പഠിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പറയും. അപ്പൊ ഈ മാജിക്കൽ റിയലിസം ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ആ ഒരു ഇതിന്റെ തന്നെ ആ ഒരു മേഖലയിൽ തന്നെ മാജിക്കൽ റിയലിസത്തിൽ ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് എന്ന് പറയുന്ന റൈറ്റർ. ദെൻ നോക്കട്ടെ, ഒരു സർവൈവർ ടെസ്റ്റിമോണിയാണ് ഇൻ ദ ആറ്റിക്. വ്ലാഡിസ്ലാസ് വിൽമാന്റെ ഒരു ടെസ്റ്റിമോണി, ഒരു സർവൈവൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള പിയാനിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സർവൈവർ ടെസ്റ്റിമോണി എന്ന് വെച്ചാൽ ഈ സർവൈവ് ചെയ്യുക, അതിജീവിച്ച് മുന്നോട്ട് പോയ അദ്ദേഹം എന്താണ് ഈ പറയുന്ന വേൾഡ് വാർ സമയത്ത് ഇറങ്ങുന്ന ഒരു പ്രശ്നമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയ അയാളുടെ തന്നെ ഒരു ടെസ്റ്റിമോണിയാണ്, അയാളുടെ ജീവിത കഥയുടെ ഒരു ഭാഗമാണ് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം, പിന്നെ ഉള്ളത് എന്താണ്? ഒരു ഡ്രാമാറ്റിക് സ്പീച്ച് ആണ്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിൽ മാർക്ക് ആന്റണി നടത്തുന്ന സ്പീച്ച്, അതാണ് ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ, ലെറ്റ് മീ യുവർ യേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പറയുന്ന ആ ഒരു സ്പീച്ച് ലോക പ്രശസ്തമായിട്ടുള്ള സ്പീച്ചാണ്. എല്ലാ ലിറ്ററേച്ചറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വർക്കുകളിലൊന്നുമാണ് ജൂലിയസ് സീസർ. ട്രാജഡിയാണ്. അതിൻ്റെ അത് മനോഹരമായി മുന്നോട്ട് പോകുന്ന എന്താണ് ആ ഒരു സ്പീച്ചാണ് അവിടെ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം, മൊത്തം ഭാഗമല്ല കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 3
ചാപ്റ്റേഴ്സ് ഈ പറയുന്ന ട്രയൽസ് ആൻഡ് ട്രൈംസ് എന്ന് പറയുന്ന യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ഷോർട്ട് സ്റ്റോറി. ആ ഷോർട്ട് സ്റ്റോറി ഏതായിരുന്നു? ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നറിയപ്പെടുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ്, ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 2 പാർട്ടായിട്ട് നമുക്ക് ഈ പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പാഠത്തിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ? നോക്കട്ടെ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്. അപ്പോൾ നോക്കട്ടെ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്താണ് അതിന്റെ അർത്ഥം? എ വെരി ഓൾഡ്, വളരെ വയസ്സായ ഒരു മനുഷ്യൻ വിത്ത് ഇനോർമസ് മീൻസ് വലിയ വലിപ്പമുള്ള ആ വിങ്സോട് കൂടിയ ഒരു വയസ്സായ മനുഷ്യൻ. നോക്കിയേ അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ആ ജേർണലാണ് ഈ പറയുന്ന ഈ കഥ പൊക്കോണ്ടിരിക്കുന്നത്. മാജിക്കൽ റിയലിസം, റിയൽ വേൾഡും ഒരു ഫാന്റസി വേൾഡും കൂടെ ഒരുമിച്ച് ചേർന്നങ്ങ് പോകും. പക്ഷേ ഒരു റിയൽ വേൾഡിലേതുപോലെ തന്നെ റിയൽ വേൾഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് പോകും. നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു വ്യത്യാസം മനസ്സിലാവത്തില്ല. റിയൽ വേൾഡിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പം പല പല പ്രത്യേക വിങ്സ് ഉണ്ടാവുന്നു, പലർക്കും മൂക്ക് നീളം. ഒരു മാജിക്കൽ റിയലിസം ഒരു കഥ നമുക്ക് പറയാം, ദ വേൾഡ് റിനൗണ്ട് നോസ്, നമ്മുടെ ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് നീണ്ട് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു മാജിക്കൽ റിയലിസം. നമുക്ക് റിയൽ വേൾഡിൽ ഇങ്ങനെ സംഭവം കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമോ? ഈ പറയുന്ന നാട്ടിൽ എന്താണ് ഈ പറയുന്ന കണക്ക് വിങ്സോട് കൂടിയ വലിയൊരു വിങ്സോട് കൂടിയ ഒരാളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫാന്റസി ആണ് അല്ലേ, അതൊരു നമുക്ക് ചിന്തിക്കാൻ അല്ലെ, ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ഫാന്റസി എലമെന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാന്റസി എലമെന്റ് റിയൽ വേൾഡിൽ എന്ത് ചെയ്യുന്നു, നടന്നു പോകുന്ന പോലെ അങ്ങ് പോകും. ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് എന്താണ് മാജിക്കൽ റിയലിസം. അതാണ് ഈ പറയുന്ന മാജിക്കൽ റിയലിസം എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഫാന്റസിയും റിയൽ വേൾഡും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, കഥയിൽ അവതരിപ്പിക്കുന്നു. അതിൽ ആ ടെക്നിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു റൈറ്റർ ആര് തന്നെയാണ്? ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് തന്നെ ആയിരുന്നു. ഓക്കെ, പുള്ളിക്കാരന്റെ കഥകൾ മിക്കുള്ള കഥകൾ നമുക്ക് ഈ മാജിക്കൽ റിയലിസം എലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന കഥയിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പായി നമുക്ക് റൈറ്ററിനെ കുറിച്ചൊക്കെ നോക്കാം. നമ്മുടെ ഓതർ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് വാസ് ബോൺ in 1927 and died in 2014. Was a Colombian novelist and one of the greatest writers of the 20th century. 20ാം നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൽ ഒരാളാണ് ആര്? നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്. പുള്ളിക്കാരൻ ഒരു കൊളംബിയക്കാരനാണ്, ഒരു കൊളംബിയൻ റൈറ്റർ ആണ് ആര്? ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്. ആൻഡ് ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 പുള്ളിക്കാരൻ എന്ത് കിട്ടുകയാണ്? ലിറ്ററേച്ചർ, സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുകയാണ്. His notable works are Love in the Time of Cholera, വളരെ മനോഹരമായിട്ടുള്ള വർക്കാണ് Love in the Time of Cholera, No One Writes to the Colonel and 100 Years of Solitude. അതൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. വർക്ക്സിലൊക്കെ വളരെ മനോഹരമായി. ഈ വർക്ക്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. കാര്യം പ്രൊഫൈൽ റൈറ്റിംഗ് ചോദ്യമുണ്ട്, 6 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 100 Years of Solitude, No One Writes to the Colonel and Love in the Time of Cholera, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. അപ്പൊ നമ്മുടെ നമ്മുടെ ഈ പറയുന്ന കാലത്ത് അറിയപ്പെടുന്ന, നമ്മുടെ ഈ കാലത്ത് വായിക്കാൻ പറ്റുന്ന, അദ്ദേഹം വളരെ മനോഹരമായി എന്താണ് റൈറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. സോ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ 2014 പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ടൈം തന്നെ, ആ ടൈമിൽ അറിയപ്പെടുന്ന ഒരു റൈറ്റർ തന്നെയാണ് ആര്? ഈ പറയുന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് ആരാണ്? ഒരു കൊളംബിയൻ റൈറ്റർ ആണ് അല്ലെ. അദ്ദേഹം ഈ പറയുന്ന മാജിക്കൽ റിയലിസത്തിന്റെ ഏറ്റവും പൈനിയർ ആയിട്ടുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഒരു റൈറ്റർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, അതുപോലെ തന്നെ 100 Years of Solitude അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നോബൽ പ്രൈസ് 1982 ലിറ്ററേച്ചറിന് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ പറയുന്ന നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന് കിട്ടിയിട്ടുണ്ട്. സോ റൈറ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. റൈറ്റേഴ്സിനെ കുറിച്ച് എപ്പോഴും നമ്മൾ അറിയുന്ന കാര്യം, പ്രൊഫൈൽ എന്ന് പറയുന്ന ചോദ്യം 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് ചോദിക്കുന്നതാണ്. സോ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഫൈൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഫൈൽ തന്നെയാണ് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെ. അപ്പം ബാക്കി പാഠത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നോക്കുക. നിങ്ങളുടെ പാഠഭാഗത്തിൽ ആദ്യം മുകളിൽ തന്നേക്കുന്ന പോർഷൻ, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. കൈൻഡ്നസ്, ദൈവം, ആൻഡ് എംപതി, എംപതി, സിമ്പതി ഉണ്ട്, എംപതി ഉണ്ട്. ഇപ്പോൾ ഒരാള് അവിടെ വയ്യാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്താണ് ആക്സിഡന്റ് കിട്ടി കിടക്കുന്നത്, അയാൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുക, നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് സിമ്പതി. And what is the difference between empathy and sympathy?
എമ്പതി എന്ന് പറയുന്നത് നമ്മളെ ആരിൽ കാണുന്നു? വയ്യാത്തൊരു മനുഷ്യന്, അല്ലെങ്കിൽ വേറൊരാൾ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ആ കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ദാറ്റ്സ് ആൻ എമ്പതി. എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ നമുക്ക് മറ്റൊരാളിൽ നമ്മളെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ കൈൻഡ്നസ് ആൻഡ് എമ്പതി എന്നുള്ളതാണ് ആർ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ഏറ്റവും ലോകത്ത് എസെൻഷ്യൽ ആയിട്ട് അത്യാവശ്യം വേണ്ട ക്വാളിറ്റീസ് ഇവ രണ്ടുമാണ്. എന്തൊക്കെയാണ്? കൈൻഡ്നസ് ആൻഡ് എമ്പതി. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഇവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഈ പറയുന്ന ഇത്തരത്തിലുള്ള കൈൻഡ്നസും എമ്പതിയൊക്കെ നമുക്ക് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഇരുണ്ട അവസ്ഥകളിലും നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ ആയിട്ട് ഇവ സഹായിക്കുന്നു. Our society tends to isolate the ones who appear different, especially those who were weak and vulnerable. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വീക്കായിട്ടുള്ള, ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വൾണറബിൾ ആയിട്ടുള്ള എന്താണ് വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് ഒരു സ്വന്തമായിട്ട് ചിലപ്പോൾ ആരോഗ്യമില്ലാത്തവരാവാം, അസുഖമുള്ളവരാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവരാവാം, അല്ലെങ്കിൽ അവർ എന്താണ് സമൂഹത്തിൽ കുറച്ച് സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കഷ്ടത അനുഭവിക്കുമ്പോൾ അവർ ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തും, അല്ലെ? അവരെന്ത് ചെയ്യും? നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി നമ്മുടെ ഇടയിലുണ്ട്. സോ ആ പറയുന്ന അവരെയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ നമ്മുടെ പറയുന്ന സൊസൈറ്റി കൊണ്ട്. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മാൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ മെനി ലൈഫ്സ്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു നല്ല രീതിയിലുള്ള പ്രവൃത്തി പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈൻഡ്നസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എമ്പതി, നമ്മുടെ ഒരു പ്രവൃത്തി പോലും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാം. മറ്റൊന്നുമില്ല, കഷ്ടത അനുഭവിക്കുന്ന പല രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്, അല്ലേ? അപ്പൊ അവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന സഹാനുഭൂതി, സ്നേഹം ചിലപ്പോൾ അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടായേക്കാം, അല്ലെ? അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ആൾക്കാരെ, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചും അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ആ ഒരു മനുഷ്യന്റെ, ഹ്യൂമന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ നമുക്കുള്ളത്. ഏതാണ് ആ ഷോർട്ട് സ്റ്റോറി? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്, അല്ലെ? വലിയ വിങ്സോട് കൂടിയ ഒരു വയസ്സായ, വളരെ വയസ്സായ ഒരു വൃദ്ധൻ, അല്ലെങ്കിൽ ഒരു വൃദ്ധൻ എന്നാണ് നമ്മുടെ ഇതിന്റെ ടൈറ്റിൽ. അപ്പൊ നോക്കണേ, പാഠം ഡയറക്റ്റ് ആണ്. പാഠത്തിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പാഠത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? വായിച്ച് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കിയാണ് പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കുക, പാഠം വായിക്കുക, നോക്കുക, അതിന്റെ അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക, സംശയമുള്ളത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കാല്ലേ, തുടങ്ങാല്ലേ? നോക്കാം. The light was weak. നൂൺ ടൈം ആണ്. നൂൺ മീൻസ് ഉച്ച സമയമാണ്. ലൈറ്റ് വളരെ വീക്കാണ്. അവിടെ അത്യാവശ്യം വലിയ പ്രകാശം, നല്ല വെട്ടമൊന്നുമില്ല, ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. അപ്പോൾ നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ, ഈ പറയുന്ന കഥയുടെ മെയിൻസ് ക്യാരക്ടർ വരികയാണ്. ആരാണ്? പെലയോ. നമ്മളീ പറയുന്ന പെലയോ വരുന്നു. വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. വീട്ടിലേക്ക് പുള്ളിക്കാരൻ തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ടു ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രൗണ്ടിങ് ഇൻ ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. വൺ ബൈ റെയർ ബാക്ക് സൈഡ്, കോർട്ട്യാർഡ് മുറ്റത്തിന്റെ പിറകു വശത്തായിട്ട് എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ടും, ഗ്രൗണ്ട് ചെയ്യാൻ മുരൾച്ചാലേ എന്തോ ഒരു മുരളുന്ന ശബ്ദമൊക്കെ എന്ത് ചെയ്യാണ്? നമ്മുടെ പെലയോ ആ വീട്ടിന്റെ പിറകിൽ നിന്ന് എന്ത് ചെയ്യാണ്? കേൾക്കുക. He had to go very close to see that it was an old man, a very old man. അപ്പോൾ അയാൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പതുക്കെ പറയുന്ന കോർട്ട്യാർഡിന്റെ ഈ പറയുന്ന ബേക്കിലേക്ക് പോകുന്നു. പോയി നോക്കിയപ്പോൾ കാണാൻ എന്താണ്? എ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എ ഓൾഡ് മാൻ. അതാരായിരുന്നു? അതൊരു വയസ്സനായ വ്യക്തി, വെരി ഓൾഡ് മാൻ, അത്യാവശ്യം നല്ല വയസ്സുള്ളൊരു വൃദ്ധനാണ് അവിടെ കിടക്കുന്നത്. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. എങ്ങനെ? മുഖം മഡിലേക്ക്, മഡ് മീൻസ് താഴ്ന്നാണ് അദ്ദേഹത്തിന്റെ മുഖം കിടന്നിരുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്ട് ദ മാൻ കുഡ്ന്റ് ഗെറ്റ് അപ്പ്, embedded by his enormous wings. അപ്പോൾ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ടെർമൻഡസ് എഫക്ട്സ്, നമ്മളെ എഫേർട്സ് മീൻസ് ഈ പറയുന്ന വൃദ്ധനായ മനുഷ്യൻ അത്യാവശ്യം, ടെർമൻഡസ് മീൻസ് ഒരുപാട് നല്ല രീതിയിൽ എന്ത് ചെയ്തു? എഫേർട്ട് ചെയ്തു. എന്ത് ചെയ്യാൻ? അവിടെ പറയുന്ന മുഖം ചെളിയിൽ വീണ് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ, മുഖം ചെളിയിലേക്ക് പുതഞ്ഞ് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കാനായി അദ്ദേഹം നല്ല എഫേർട്ട് എടുത്തു. ദ മാൻ കുഡ്ന്റ് ഗെറ്റ് അപ്പ്. പക്ഷേ പറയുന്ന ആളിനെ എഴുന്നേൽക്കാൻ പറ്റുമോ? വൃദ്ധനെ എഴുന്നേൽക്കാൻ പറ്റുമോടെ? ഇല്ല. embedded by his enormous wings. അദ്ദേഹത്തിന്റെ ഇമ്പഡ് ഈ ചുറ്റിപ്പണഞ്ഞ് കിടക്കുക എന്നാണ്. അവിടെ എന്ത് ചെയ്യാണ്? മഡിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഈ പറയുന്ന വിങ്സും കൂടെയാണ്. ആ വിങ്സിന്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ വെള്ളം നനയുമ്പോൾ നമ്മളെ വെയിറ്റ് കൂടില്ല. തുണിയാണെങ്കിൽ വെയിറ്റ് കൂടും, ഫെദർ ആണെങ്കിൽ വെയിറ്റ് കൂടും. ഇപ്പൊ തലയണയൊക്കെ തന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കിയ വെയിറ്റ് കൂടും. അപ്പൊ അതുപോലെ കൂന്ന് കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ആ വിങ്സ് പൊക്കി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിക്കാരന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ അദ്ദേഹം ഒരുപാട് ടെർമൻഡസ് ആയിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ട എഫേർട്ടുകൾ നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ലടേ,
എഴുന്നേക്കാൻ സാധിച്ചില്ല. അപ്പോൾ വളരെ എഫേർട്ടൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ആ പറയുന്ന വൃദ്ധനായ വയസ്സായ ആളാണ്. സോ അദ്ദേഹം അത്ര ബലം അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കത്തില്ല. സോ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് എഫേർട്ട് എടുത്തു. പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് സാധിച്ചില്ല. Frightened by the sight, Peleo ran to get Elcinda, his wife. ഇത് കണ്ട് അപ്പൊ പുള്ളിക്കാരൻ വന്നു, നോക്കിയപ്പോ കാണാൻ ഒരു വൃദ്ധനായ മനുഷ്യൻ. വെറുതെ ഒരു വൃദ്ധനായ മനുഷ്യനാണോ അവിടെ? അല്ല, വിങ്സ് ഉണ്ട്. ഇത് കണ്ട് പേടിച്ചു. അത് കണ്ട് ആര് പേടിച്ചു? നമ്മുടെ പെലയോ പേടിച്ചു. Frightened by the sight, ഈ കാഴ്ച കണ്ട് പേടിച്ചിട്ട് പെലയോ ran to get Elcinda, his wife. നേരെ ഓടിപ്പോയി ആരെ വിളിച്ചു? എൽസിൻഡ. ആരുടെ വൈഫ്? നമ്മുടെ പെലയോടെ വൈഫിനെ പോയി വിളിക്കുകയാണ്. She was putting compresses on their sick child. അപ്പം നമ്മുടെ പറയുന്ന എൽസിൻഡ എന്ത് ചെയ്യാണ്? അവരുടെ അസുഖബാധിതനായ അല്ലെങ്കിൽ അസുഖം ബാധിച്ച തൻ്റെ കുട്ടിയെ എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ ഈ പനി പിടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നെറ്റിയിൽ ഈ വെള്ളം, തുണി വെള്ളത്തിൽ നനച്ചിട്ട് ഇടാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഈ എൽസിൻഡ എന്ത് ചെയ്യാണ്? തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ കുട്ടിയെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കണക്ക് തുണിയൊക്കെ നനച്ച് എന്ത് ചെയ്യാണ്? ശുശ്രൂഷിക്കുകയാണ് അല്ലെ? പറയുന്ന സിക്ക് ചൈൽഡിനെ എന്തിനു കംപ്രസ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. He took her to the rear of the courtyard. നേരെ അവളെയും വിളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എങ്ങോട്ടേക്ക് പോയി? ആ റിയർ ബാക്ക് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ, കോർട്ടിയാർഡ് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. They both looked at the fallen body. ആകാശത്ത് നിന്ന് വീണെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. ആ fallen body, താഴേക്ക് വീണ ആ പറയുന്ന ആളെ അല്ലെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുന്നു? രണ്ടുപേരും കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. The man was dressed like a rag picker. ഇത് പറയുന്നു, നമുക്ക് ആ പറയുന്ന കിടക്കുന്ന ആ പറയുന്ന ഓൾഡ് മാൻ, വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിനെ ആ പറയുന്ന ആളെ എന്ത് ചെയ്യാണ്? ഒരു ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് ഇവിടെ പറയാണ്. നോക്കുക എങ്ങനെയുള്ള ആളാണ്. ഹി വാസ് അല്ലെങ്കിൽ ദ മാൻ വാസ് ജസ്റ്റ് ലൈക്ക് എ റാക്ക് പിക്കർ. റാക്ക് പിക്കർ എന്ന് വെച്ചാൽ തുണിയൊക്കെ, പഴയ തുണിയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ലേ? അങ്ങ് കീറി, ഉടുപ്പ് കീറി, പെയിന്റൊക്കെ കീറി ഇരിക്കുന്ന രീതിയിൽ കീറിയ ഡ്രസ്സോട് കൂടി ഉള്ള ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടുത്തെ ലൈക്ക് എ റാക്ക് പിക്കർ. അതൊരു റാക്ക് പിക്കർ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യാണ് പറയാണ്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അപ്പൊ നോക്കട്ടെ, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഹെയർസ്, മുടി എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു. റാക്ക് പിക്കറിനെ പോലെയാണ് പുള്ളിക്കാരൻ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ മുടി പറയാണ്, മുടി ഉണ്ടാ കുറവാണ്. ഫെയ്ഡഡ് ഹിയേഴ്സ്, ഒരു കഷണ്ടി കയറിയ, ലാഡെന്ന് വെച്ചാൽ കഷണ്ടി എന്നാണ്, മീൻസ് മുട്ടയായിട്ടുള്ള ആ പറയുന്ന അതിൻ്റെ അകത്ത് കുറച്ച് ഫെയ്ഡഡ്, അത്യാവശ്യം കട്ടിയുള്ള ചെറിയ ഫെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹെയർസ് അദ്ദേഹത്തിന്റെ തലയിലുണ്ട്. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അദ്ദേഹത്തിന്റെ വാക്യാത്താണെങ്കിൽ കുറച്ച് പല്ലുകളേ ഉള്ളൂ. കാര്യം വെരി ഓൾഡ് മാൻ, വളരെ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ പല്ലുകളൊക്കെ കുറവാണ്. സോ അപ്പം പറഞ്ഞു, അദ്ദേഹത്തിന് എന്താണ് ഒരു റാക്ക് പിക്കറിന്റെ ഡ്രസ് ആയിട്ടിരിക്കുന്നത്. മുട്ടത്തലയാണ്. മുട്ടത്തലയിൽ കുറച്ച് എന്തുണ്ട്? ഫെയ്ഡഡ് ആയിട്ടുള്ള ഹെയർസ് ഉണ്ട്. പല്ലാണെങ്കിലോ കുറച്ച് പല്ലുകളേ ഉള്ളൂ. പല്ലൊന്നുമില്ല, അമ്മൂമാരെ പോലെ പല്ലില്ലാത്ത ആളാണ്. His pitiful condition seemed that of a drenched great grandfather. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പിറ്റിഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന ഒരു പിറ്റി മീൻസ് ഒരു കഷ്ടം തോന്നുന്ന രീതിയിലുള്ള കണ്ടീഷൻ കണ്ടിട്ട് that of a drenched great grandfather, നനഞ്ഞ് കുളിച്ച അല്ലെങ്കിൽ കുതിർന്ന വെള്ളത്തിൽ വെള്ളത്തിൽ കുതിർന്ന രീതിയിലുള്ള ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെ തോന്നുകയാണ്. This took away any sense of grandeur he might have had. അപ്പോൾ പറയാണ്, this took away any sense of grandeur he might have had. അപ്പോൾ പുള്ളിക്കാരന് അങ്ങനെ ഒരു മീൻസ് തോന്നുന്നില്ല. മീൻസ് എങ്ങനെയുള്ള രീതിയിലുള്ള മനുഷ്യനാണെന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള മനുഷ്യനെ കണക്ക് തോന്നുന്നില്ല. ഒട്ടും ഫെമിലിയർ അല്ലാത്ത രീതിയിൽ തോന്നുകയാണ്. His huge buzzard wings, dirty and half plucked, were entangled in the mud. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിങ്സ്, നമ്മൾ പറഞ്ഞ ഒരു വിങ്സ് എവിടെ എംബോർഡ് രീതി കിടക്കാൻ, അവിടെ ഈ പറയുന്ന വട്ടി കിടക്കായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ വിങ്സ് എങ്ങനെയുണ്ട്? ബസാർഡ് മീൻസ് ഈ കഴുകനെ പോലുള്ള വിങ് ആണ്, കഴുകനുള്ള വിങ്സ് പോലുള്ള വിങ്സ് ആണ്. ആൻഡ് ദ വിങ്സ് എങ്ങനെയാണ്? ഡർട്ടി, അഴുക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഹാഫ് പ്ലക്ഡ്, പ്ലക്ക് ചെയ്യുക, ആരോ പറിച്ചെടുത്തതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ള വിങ്സോട് കൂടിയ ഒരു ആള്, അല്ലെങ്കിൽ അയാളുടെ വിങ്സ് അതുപോലെയാണ്, പ്ലക്ഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ഇരിക്കുകയാണ്. വേറെ എൻറ്റാങ്കിൾഡ് മഡിൽ എന്ത് ചെയ്യുന്നു? ചുറ്റിപ്പിഴഞ്ഞ് അല്ലെങ്കിൽ ഈ പറയുന്ന വളഞ്ഞൊടിഞ്ഞ് എന്ത് ചെയ്യാണ്? ആ മഡില് ആ പറയുന്ന വിങ്സ് കിടക്കുക. They looked at him so long and so closely that Peleo and Elcinda very soon overcame their surprise. In the end, they found him familiar. അപ്പോൾ ആദ്യം വളരെ ഇങ്ങനെ വിചിത്രമായിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അല്ലേ? അപ്പൊ നമ്മളായാലും ശരി, നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരാൾ ഇങ്ങനെ ഒരു വയസ്സനായ ഒരാൾ വിങ്സോട് കൂടി വന്ന് കിടക്കുകയാണ്. നമുക്കായാലും വിശ്വസിക്കാൻ പറ്റുമോടെ? ഇല്ല, നമ്മൾ അന്തം വിട്ടു അല്ലേ? ഇതാരാണ് നമ്മൾ അന്തം വിട്ടു പോലെ. They looked at him so long and so closely that Peleo and Elcinda very soon overcame their surprise. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്തു? ആദ്യം ഒരു സർപ്രൈസോട് കൂടിയാണ് നോക്കിയത്. പതുക്കെ എന്ത് ചെയ്തു? പെട്ടെന്ന് അത് എന്ത് ചെയ്തു? ഓവർകം ചെയ്തു, മാറി വന്നു. In the end, they found him familiar. എന്തോ ഒരു ഫെമിലിയർ ആയിട്ട് നമുക്ക് തന്നെ അറിയാം. ഒരു കാര്യത്തെ നമ്മൾ ആദ്യം സർപ്രൈസ് ആയിട്ട് കാണുക, പിന്നെ കണ്ട് ഫെമിലിയർ ഫെമിലിയർ ആവുക എന്ന് പറയും. അവർക്ക് കണ്ട് മനസ്സിലായപ്പോൾ എന്തെങ്കിലും കണ്ടപ്പോൾ ഒരു ഫെമിലിയർ, ഒരു ഹ്യൂമൻ ടച്ച് ഉള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ എന്ത് ചെയ്യുന്നു അവർക്ക് തോന്നി. Then they dare speak to him. അതുകൊണ്ട് തന്നെ ഫെമിലിയർ ആയെന്ന് തോന്നിയത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പുള്ളിക്കാരനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ ട്രൈ ചെയ്തു. He answered in an incomprehensible dialect.
ഒരു ഇൻകോംപ്രിഹെൻസ്, കാര്യം വ്യക്തമല്ലാത്ത, നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഡയലക്ട് മീൻസ് ഭാഷയിൽ എന്ത് ചെയ്തു സംസാരിച്ചു. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, ഒരു സെയിലറിന്റെ ശക്തമായ ഒരു സെയിലർ, ഒരു നാവികന്റെ ഒരു എന്താ ബാസ് ശബ്ദത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ഗാംഭീര ശബ്ദത്തോടു കൂടി എന്താണ്, അല്ലെങ്കിൽ ഒരു സെയിലർ വോയിസിനോട് കൂടി എന്ത് ചെയ്തു ഒരു കാര്യം സംസാരിച്ചു. പക്ഷെ ആ ഡയലക്ട് ഇൻകോംപ്രിഹെൻസിബിൾ ആയിരുന്നു. വാട്ട് പിന്നെ ഇൻകോംപ്രിഹെൻസിബിൾ, അൺനോൺ ഡയലക്ട് എന്നാണ്, അവർക്ക് മനസ്സിലാവാത്ത വ്യക്തമല്ലാത്ത രീതിയിലുള്ള ഡയലക്റ്റോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലാണ് അവർ ആ പറയുന്ന പുള്ളിക്കാരൻ അവരോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അപ്പോൾ അവർ കൺക്ലൂഡ് ചെയ്യണം, അവർ അവസാനം എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, അവർ കൺക്ലൂഡ് ചെയ്യണം, മനസ്സിലാക്കുകയാണ് എന്താണ് ഈ പറയുന്ന പുള്ളിക്കാരൻ എവിടെ നിന്ന് വന്നു. ആദ്യം വിചാരിച്ചു മണ്ടേന്ന് വീണതായിരിക്കും, അല്ലേ, വിങ്സ് ഒക്കെ ഉണ്ടല്ലോ പറന്നു പോവാ വീഴാം. പിന്നെ ഇപ്പൊ മനസ്സിലാക്കുകയാണ്, എന്താ അവർ മനസ്സിലാക്കിയത്, they concluded that he was a lonely castaway. കാസ്റ്റവേ എന്ന് വെച്ചാൽ തീരദേശത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന കടലിൽ ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ കടൽ തീരത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളെ നമ്മൾ കാസ്റ്റവേ എന്ന് പറയുന്നു. സോ പുള്ളിക്കാരൻ ഒരു കാസ്റ്റവേ ആണ്. എങ്ങനെ, ഒരു ഷിപ്പ്, ഒരു ഫോറിൻ ഷിപ്പ് തകർന്ന് അതിൽ നിന്ന് വന്ന ഒരു കാസ്റ്റവേ ആണ് ഈ പറയുന്ന പുള്ളിക്കാരൻ എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ സ്റ്റോമിനാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ എന്താണ് കൊടുങ്കാറ്റ് മൂലം തകർന്ന ഒരു ഫോറിൻ ഷിപ്പിൽ നിന്നും രക്ഷപ്പെട്ടില്ല, അതിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് ഈ തീരത്ത് വന്ന് അടിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് അവരെന്ത് ചെയ്യണം, അവസാനം കൺക്ലൂഡ് ചെയ്യണം. Then they called in a neighbor woman to see him. അവസാനം അവരെന്ത് ചെയ്യുന്നു, അപ്പൊ ഇവരെ എങ്ങനെ മനസ്സിലാക്കുന്നു, അവസാനം എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ആ നൈബർ ആയിട്ടുള്ള ഒരു ചേച്ചിയെ വിളിക്കുകയാണ്. അവിടെയുള്ള ചേച്ചി, ഓട്ടെ ചേച്ചി എങ്കിൽ ചേച്ചി അല്ലെ, അവിടെ നിന്ന് ഒരാളെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് അവനെ നോക്കാൻ, ഇപ്പൊ അയാളെ നോക്കാനായിട്ട് അവരെയും കൂടെ കാണിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. Then they called the neighbor woman to see him. അയാളെ കാണാനായിട്ട് കൊണ്ടുവരുന്നു. All she needed was one look to show them their mistake. He is an angel, she told them. അപ്പൊ എന്ത് ചെയ്യുന്നു, ആദ്യം അവർ വന്ന് കണ്ടപ്പോഴേ പറയാണ് അവരുടെ മിസ്റ്റേക്ക്, നിങ്ങൾ എന്താണ് കാണിച്ചത് എന്ന് പറയാണ്. ഹീസ് ആൻ ഏഞ്ചൽ. ആരാണ് പുള്ളിക്കാരൻ? ഒരു ഏഞ്ചലാണ്, ഒരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം. ആര് പറഞ്ഞു? ആ പുള്ളിക്കാരി, ആ നൈബർ ചേച്ചി എന്ത് ചെയ്യാണ്, നൈബർ ആയിട്ടുള്ള ആ വുമൺ എന്ത് ചെയ്യാണ്, പറയാണ്. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അപ്പൊ പറയാണ്, അവൻ വന്ന എന്തിനാണ്, നിങ്ങളുടെ സിക്കായിട്ടുള്ള, നിങ്ങളുടെ ആ വയ്യാത്ത കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ, ആ മാലാഖ എന്ത് ചെയ്തത്, ഇവിടെ വന്നത്. പക്ഷെ എന്താണ്, ബട്ട് ദ പുവർ ഫെലോ, പക്ഷെ ആ പാവപ്പെട്ട ആളിന് എന്ത് പറ്റി, ഹി സോ ഓൾഡ്, വയസ്സായ ആളാണ്. ആൻഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ, ആ വലിയ ശക്തമായി പെയ്ത മഴയെ കാരണം അതിൽ എന്ത് ചെയ്തു, ആര് താഴെ പോയി, ഈ പറയുന്ന മനുഷ്യൻ താഴെ പോയി. പറയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് കാണിച്ചതെന്ന് ആദ്യമേ കണ്ടോടനെ പറയാം, നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് കാണിച്ചത്, പുള്ളിക്കാരൻ ആരാണ്, ഒരു ഏഞ്ചലാണ്. ആർക്ക് വേണ്ടി വന്നതാണ്, നിങ്ങളുടെ വയ്യാത്ത കുട്ടിയെ, ആ കുട്ടിക്ക് വേണ്ടി വന്നതാണ്, കുട്ടി കൊണ്ടുപോകാനായിട്ട് വന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി വന്നതാണ്. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്, പുള്ളിക്കാരൻ എന്ത് പറ്റിയതാവാം, മഴയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പറന്നു വന്ന സമയത്ത് ആ മഴ കൊണ്ട് താഴെ വീണിടാവാം എന്ന് ആര് പറയുകയാണ്, ഈ പറയുന്ന ലേഡി പറഞ്ഞു കൊടുത്തു. ഓൺ ദ ഫോളോയിങ് ഡേ എവരിവൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലയോസ് ഹൗസ്. അപ്പം ഈ പറയുന്ന ലേഡി കൊള്ളാം, ലേഡി എന്ത് ചെയ്തു, ഈ ന്യൂസ് മാക്സിമം സ്പ്രെഡ് ചെയ്തു അല്ലേ. അപ്പൊ ഓൺ ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസമൊക്കെ ആയപ്പോൾ എവരിവൺ, എല്ലാവരും എന്ത് ചെയ്തു, അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്, ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലയോസ് ഹൗസ്. എന്താണ് ഫ്ലഷും ബ്ലഡോടും കൂടി എന്ന് വെച്ചാൽ നമ്മൾ ഏഞ്ചൽ അല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊരു ഏഞ്ചൽ വരികയാണെന്ന് പറഞ്ഞാൽ നമുക്കല്ലേ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മനുഷ്യനെ പോലെയാണോ നമ്മൾ ഏഞ്ചൽസിനെ കാണുന്നത്? അല്ല, ദൈവതുല്യരായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി കഴിവുകളോട് കൂടിയ ഒരു വ്യക്തിയായിട്ടായിരിക്കും നമ്മൾ ഏഞ്ചൽസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മാംസവും രക്തവുമുള്ള മനുഷ്യനെ പോലുള്ള ഒരു ഏഞ്ചൽ എവിടെ ക്യാപ്റ്റീവാണ്, എവിടെ തടങ്കലാണ്, എവിടെ അടിമയായി കിടക്കുന്നെന്ന് അറിഞ്ഞു. പെലയുടെ വീട്ടിലൊരു അടിമയെ പോലെ ഒരു ക്യാപ്റ്റീവായിട്ട് അവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം ഈ പറയുന്ന നാട്ടിലുള്ള എല്ലാവരും അറിയാണ്. Peleo watched over him all afternoon from the kitchen, armed with his bailiff club. ബാലിഫ് എന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന കോർട്ടിലൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്ലബ് മീൻസ് വടി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കണക്ക് ലാത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ലാത്തിയും കൊണ്ട് ഇങ്ങനെ ആ പറയുന്ന കിച്ചന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആഫ്റ്റർനൂൺ ആ പറയുന്ന ഉച്ചയ്ക്ക് ശേഷം എല്ലാം ഇങ്ങനെ ആരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ പെലയോ ആ പറയുന്ന ആ ഓൾഡ് മാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനോർമസ് തിങ്സ് ഉള്ള ഓൾഡ് മാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കാര്യം എന്തിനാണ് ഈ പറയുന്ന അയാൾ ആംഡ് ചെയ്തേക്കുന്നത്, കാര്യം മറ്റേത് തിരിച്ച് അറ്റാക്ക് ചെയ്യോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. സോ അതിനൊരു ധൈര്യത്തിന് വേണ്ടി പുള്ളിക്കാരന്റെ ബാലിഫ് ക്ലബ് ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Before going to bed, രാത്രി കിടക്കുന്നതിന് മുമ്പായി, he dragged him out of the mud and locked him up with the hens in the chicken coop. അപ്പൊ നേരെ പുള്ളിക്കാരൻ എവിടെ കിടക്കാണ്, കോട്ടയാട്, വേറെ കോട്ടയാട് കിടക്കുന്നു, അവിടെ നിന്ന് വലിച്ചഴച്ച് എവിടെ കൊണ്ടുപോവാണ്, ചിക്കൻ കൂപ്പിലേക്കും കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കോഴികളോടൊപ്പം ആരെ കൊണ്ടിട്ടു, ഈ പറയുന്ന ഒരു ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിനെ കൊണ്ട് അവിടെ കൊണ്ട് ഇടുകയാണ്. നോക്കട്ടെ, എന്നിട്ട് a short time afterward the child woke up without a fever and with a desire to eat. അപ്പൊ രാത്രി കിടന്നുറങ്ങാണ്. അപ്പൊ ആദ്യമേ പറഞ്ഞു കൊച്ചു കുട്ടിക്ക് എന്തുണ്ട്, അവരുടെ കുട്ടിക്ക് അസുഖമുണ്ട്. സോ നമ്മൾ ലേഡിയും പറഞ്ഞു ഇതെന്താണ്, ഒരു ഏഞ്ചലാണ്, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി വന്നതായിരിക്കും, അങ്ങനെ മഴ പെയ്ത തറ വീണതായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് എ ഷോർട്ട് ടൈം, അവർ രാത്രി കിടന്നുറങ്ങാണ്. കുറച്ച് സമയത്തിന് ശേഷം the child woke up, രാത്രി പെട്ടെന്ന് കുട്ടി എണീക്കുകയാണ്.
വിത്തൗട്ട് എ ഫീവർ, യാതൊരുവിധ അസുഖവും ഇല്ലാതെ എണീക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ സാധാരണ അസുഖം ബാധിച്ചാണ് കുട്ടി രാത്രിയൊക്കെ എഴുന്നേക്കാറ്. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, പുള്ളിക്കാരൻ ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ ഈവൻ വന്നതിന് ശേഷം രാത്രി കിടന്നുറങ്ങിയ സമയത്ത് പെട്ടെന്ന് കുട്ടി എഴുന്നേക്കുകയാണ്. അതിന് അസുഖമൊന്നുമില്ല, പക്ഷേ എന്നിട്ട് എഴുന്നേറ്റ് പറയാണ് ആൻഡ് ഹി ഹാവ് എ ഡിസയർ ഹാസ് എ ഡിസയർ ടു ഈറ്റ്. എന്താണ് പുള്ളിക്കാരന് എന്താണ് കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പുള്ളിക്കാരൻ എഴുന്നേറ്റ്, പുള്ളിക്കാരൻ മീൻസ് കുട്ടി എഴുന്നേക്കാണ്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അവർക്കാണ് അപ്പോൾ മനസ്സിലായി എന്താണ് ആ പറയുന്ന ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇയാൾ വന്നതിന് ശേഷമുള്ള ആ ഒരു വ്യത്യാസം ആർക്ക് മനസ്സിലാവുന്നു, അവർക്ക് മനസ്സിലാവുന്നു. സോ ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ഫോർ 3 days and leave him to his fate on the high seas. അപ്പോൾ പുള്ളിക്കാരൻ വന്നത് കൊണ്ട് അവരുടെ കുട്ടിക്ക് എന്തുണ്ടായി, ആ പറയുന്ന അസുഖം മാറി. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോടൊരു എമ്പതി, ആരോട് സിമ്പതി തോന്നുകയാണ്, ഈ പറയുന്ന വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിനോട് തോന്നുകയാണ്. സോ അവരെന്ത് ചെയ്യുന്നു, ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, ഒരു ചെറിയ വള്ളത്തിൽ ആ പറയുന്ന ആരെ, നമ്മുടെ ഈ പറയുന്ന ഏഞ്ചലിനെ ഇടാം. വിത്ത് ഫ്രഷ് വാട്ടർ, ആൻഡ് ഫ്രഷ് വാട്ടർ, വെള്ളം നല്ല കുടിക്കാനുള്ള വെള്ളം, ആൻഡ് പ്രൊവിഷൻസ്, കഴിക്കാനുള്ള ഫുഡ്, 3 ദിവസത്തേക്കുള്ള ഫുഡും എല്ലാം വെച്ചുകൊണ്ട് ഒരു റാഫ്റ്റിൽ കയറ്റിയിട്ട് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്, കടലിലേക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആളെ ഒഴുക്കി വിടാം എന്നുള്ള ആര് ഡിസൈഡ് ചെയ്യുന്നു, പെലെയും പെലെയുടെ ഭാര്യയായിട്ട് എൽസിന്റെയും ഡിസൈഡ് ചെയ്യാണ്. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, they found the whole neighborhood in front of the chicken coop having fun with the angel. അപ്പോൾ രാവിലെ അവർ രാത്രി കുട്ടിക്ക് അസുഖം മാറുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഏഞ്ചൽ വന്നത് കൊണ്ടാണ് അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്. സോ ആ പറയുന്ന ആളെ എന്ത് ചെയ്യാം, അവരുടെ ആ പറയുന്ന ആളുടെ തന്നെ വിധിക്ക് വിടാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റാഫ്റ്റിൽ വെള്ളമൊക്കെ നിറച്ച്, വെള്ളമൊക്കെ വെച്ച് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഫുഡും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പുള്ളിക്കാനെ ഹൈ സീസ് കടലിലേക്ക് തന്നെ ഒഴുക്കി വിടാം. കാരണം കടലിൽ നിന്ന് വന്ന ആളാണല്ലോ, അങ്ങോട്ട് തന്നെ ഒഴുക്കി അതിന്റെ ഫേറ്റിനനുസരിച്ച് പോട്ടെ എന്ന് അവരെന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അടുത്ത ദിവസം ഇതാ രാവിലെ പ്രകാശം, ഡാൻ മീൻസ് സൂര്യ ഉദിക്കുന്നതിന് ആദ്യത്തെ ലൈറ്റ് വരുന്നതിന് ആ ടൈമിൽ തന്നെ അവര് നോക്കുകയാണ്. ആൻഡ് ദേ ഫൗണ്ട് ദ ഓൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിംഗ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അപ്പൊ നോക്ക്, രാവിലെ നോക്കിയപ്പോൾ കാണാം കോഴിക്കൂട്ടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഭയങ്കര ജനക്കൂട്ടം. എല്ലാവരും ആരെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്, ഈ പറയുന്ന നമ്മുടെ ഏഞ്ചലിനെ, അല്ലെങ്കിൽ ക്യാപ്റ്റീവ് ആയിട്ടുള്ള ഏഞ്ചലിനെ, ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചലിനെ, അല്ലെങ്കിൽ ദ വെരി വോൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിനെ കാണാനായി അവര് നിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, ആരോടൊപ്പം കളിക്കുകയാണ്, ആ പറയുന്ന അവരെ നോക്കുകയാണ് അല്ലെ. ഒരു മ്യൂസിയത്തിലെ ഒരു എന്താണ് ഒരു ജീവി കിടക്കുന്ന പോലെ കോഴിക്കൂട്ടിന്റെ അകത്ത് എന്തോ വിചിത്രമായ ജീവിയെ കണ്ട ആ ഒരു ഫണ്ണോട് കൂടി ആൾക്കാരെല്ലാം ആ ഏഞ്ചലിനെ നോക്കുകയാണ്. The visitors were tossing him things to eat through the openings in the coop. കൂപ്പിന്റെ ആ ചെറിയ ചെറിയ ഓപ്പണിങ്ങിലൂടെ കഴിക്കാനായിട്ട് ഫുഡ്. കാര്യം ചെറുക്കൊള്ളൊരു മനുഷ്യനെ എന്ന് വെച്ചാൽ അയാളെ ഒരു ട്രീറ്റിംഗ് ലൈക്ക് ആൻ അനിമൽ അല്ലെ, ഒരു അനിമലിനെ, അല്ലെങ്കിൽ ഒരു സൂവിൽ കിടക്കുന്ന, ഒരു കേജിൽ കിടക്കുന്ന, ഒരു ഫെൻസിൽ കിടക്കുന്ന ഒരു അനിമലിനെ പോലെ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, അയാൾ ട്രീറ്റ് ചെയ്യുന്നു. അയാൾക്ക് കഴിക്കാനായി ഫുഡ് എറിഞ്ഞു കൊടുക്കുന്നു അല്ലെ, അയാളോടൊപ്പം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഇത് ചെയ്യുന്നു. നമ്മളായാലും ശരിയല്ലേ, ഈ പറയുന്ന കിളികളൊക്കെ കൂട്ടിക്കിടക്കുന്ന കിളികളെ പോലെ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ് അല്ലെ, ഒരു പെറ്റ് അനിമലിനെ പോലെ കൺസിഡർ ചെയ്യുന്നു. സോ അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു എന്താണ് അവിടെ ആൾക്കാർ കൂടുന്നു. കാര്യം അവർ തീരുമാനിച്ച എന്താണ്, അടുത്ത ദിവസം എന്ത് ചെയ്യായി പുള്ളിക്കാരനെ പറഞ്ഞു വിടാന്നാണ്. പക്ഷെ നോക്കിയപ്പോൾ കാണാം അവിടെ വീടിന്റെ ഫ്രണ്ട് മൊത്തം ആൾക്കൂട്ടം. ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആ ചിക്കൻ കൂപ്പിൽ പോയിട്ട് ഈ പറയുന്ന ഏഞ്ചലിനോടൊപ്പം, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾഡ് മാനോടൊപ്പം എന്ത് ചെയ്യാണ്, ഫണ്ണിൽ പോവാണ്. ആൾക്കാർ എന്ത് ചെയ്യുന്നു, ടോസി എറിഞ്ഞു കൊടുക്കുകയാണ്. നുള്ള ആഹാരമൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ഏതിലൂടെ, ആ പറയുന്ന ചിക്കൻ കൂപ്പിന്റെ ഗ്യാപ്പിലൂടെ ഒക്കെ എറിഞ്ഞു കൊടുത്ത് അയാളോടൊപ്പം എന്ത് ചെയ്യാണ്, ആ ഒരു ഫൺ മൂഡിൽ അവരെ എല്ലാം നിൽക്കുകയാണ്. ഇറ്റ് വാസ് as if he weren't a supernatural creature but a circus animal. അവരെന്തുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ കണ്ട പോലുള്ള ഒരു ഇതല്ല, അവരെന്തുപോലെ ട്രീറ്റ് ചെയ്യാണ്, ലൈക്ക് എ സർക്കസ് അനിമൽ. ഒരു സർക്കസിലെ ഒരു കോമാളിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കോമാളിയെ പോലെ, അല്ലെങ്കിൽ ഒരു സർക്കസിലെ അനിമലിനെ പോലെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അവിടെ തടിച്ചുകൂടി ജനങ്ങളെല്ലാം ആരെ ട്രീറ്റ് ചെയ്യാണ്, ഈ പറയുന്ന ആളെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾഡ് മാനെ എന്ത് ചെയ്യുന്നു, ആ ട്രീറ്റ് ചെയ്യാണ്. The news of the captive angel spread with a great rapidity. After a few hours, the courtyard heard the bustle of a marketplace. The couple had to call in troops to disperse the mob. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ഈ ന്യൂസ് ഈ പറയുന്ന ക്യാപ്റ്റീവായ കാര്യം ഒരാൾ കണ്ട് മറ്റൊരാൾ 5 പേരോട് പറയുന്നു, 5 പേര് 10 പേരോട് പറയുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം ഈ ആ പറയുന്ന ഏരിയയിലുള്ള എല്ലാവരും എന്ത് ചെയ്യാണ്, ഈ ന്യൂസ് അറിയാം. The news of the captive angel spread with a great rapidity. Rapid means വളരെ വേഗത്തിൽ തന്നെ ഈ പറയുന്ന ക്യാപ്റ്റീവ് ഏഞ്ചലിനെ, അടിമയായി കിടക്കുന്ന ആ ഒരു ഏഞ്ചലിനെ കുറിച്ചുള്ള ന്യൂസ് എന്ത് ചെയ്യാണ്, എല്ലായിടത്തും പരന്നു. After a few hours, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, the courtyard, ആ വീടിന്റെ കോർട്ട്യാർഡ് എന്ത് ചെയ്യുന്നു, had the bustle of market place. ഒരു ചന്തയിലേതുപോലെ ആൾക്കാരുടെ ബഹളം, തിക്ക് തിരക്ക്, അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചവടക്കാരൊക്കെ വരുന്നു. ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് കച്ചവടക്കാർ വരത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നു. ആ വീടിന്റെ ഫ്രണ്ട് മൊത്തം അല്ലെ മുഴുവൻ, ഫ്രണ്ട് മുറ്റം മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു, ശബ്ദവും കോലാഹലങ്ങളൊക്കെ ആയി. And the couple had to call in troops to disperse the mob. അങ്ങനെ അവസാനം ട്രൂപ്സ് മീൻസ് പോലീസിനെ അവസാനം വിളിക്കുക, പട്ടാളത്തിനെയോ പോലീസിനെയൊക്കെ വിളിക്കേണ്ടതായിട്ട് വന്നു. എന്തിനെ, അവരെയൊക്കെ ഡിസ്പേഴ്സ് ചെയ്യാൻ, ആ പറയുന്ന കോർട്ട്യാർഡിൽ നിന്നും മാറ്റാനായിട്ട്, അവിടെ നിന്നൊക്കെ മാറ്റാനായിട്ട്, ഡിസ്പേഴ്സ് ചെയ്ത് പറഞ്ഞു വിടാനായിട്ട് പോലീസിനെ അവരെ വിളിക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കിയാലേ, വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഏഞ്ചൽ വരുന്നു, ഏഞ്ചലിനെ കൊണ്ട് അവിടെ ഇടുന്നു, ആൾക്കാർ ഒന്ന് കൂടുന്നു, ആകെ ബഹളം തന്നെ.
അല്ലേ? ഒരു ഒന്നൊന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് മാജിക്കൽ റിയലിസം. റിയൽ വേൾഡിലാണ് റിയൽ സംഭവങ്ങൾ, റിയൽ വേൾഡിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ തന്നെ, പക്ഷെ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫാന്റസി ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലേ? എന്താണ് ആ ഫാന്റസി? ആ ഒരു മാൻ അല്ലെ, ആ ഒരു മനുഷ്യൻ, ആ പറയുന്ന ഓൾഡ് മാൻ, ചിലപ്പോൾ ഒരു ഫാന്റസി വേണം അല്ലെ? ഇതാണ് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാവത്തില്ല ഫാന്റസി ആണോ റിയൽ ആണോ അല്ലെ? ഒരു റിയൽ വേൾഡിലേതുപോലെ കാര്യം പോവും, പക്ഷെ അവിടെ എന്തുണ്ട്? അവിടെ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരു ഫാന്റസി ഉണ്ട് അല്ലെ? ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ മാത്രം സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. They got the idea of fencing in the yard. അപ്പൊ അവസാനം അവരെന്ത് ചെയ്യുന്നു? ആ തീരുമാനിക്കുകയാണ്, ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, ആ യാർഡ് മുഴുവൻ എന്ത് ചെയ്യുക? ഫെൻസ് അടിക്കുക, മീൻസ് വേലി കെട്ടുക. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. എന്നിട്ട് അവർ തീരുമാനിച്ചു എന്ത് ചെയ്യാം? ടിക്കറ്റ് വെച്ച് ആളെ കയറ്റുക. അപ്പൊ നൈസ് ഐഡിയ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ? ഒരു ഈ പറയുന്ന കണക്കുള്ള നമ്മളെ ഈ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? ഒരു ആൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കണക്ക് ഈ പറയുന്ന ഒരു കൂട്ടിലാകപ്പെട്ടു അല്ലെ? ആ പറയുന്ന ഒരു വീട്ടിലൊന്ന് വീഴുകയും അവസാനം കൂട്ടിലാകപ്പെടുകയും ചെയ്തു. അവസാനം അവരെന്ത് തീരുമാനിക്കുകയാണ്? ഇയാളെ കാണാനായിട്ട് ആൾക്കാർ കൂടി വരുന്നല്ലോ, എന്ത് ചെയ്യാം? വീട്ടിന് ചുറ്റും വേലി കെട്ടിയിട്ട് ആൾക്കാരെ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറ്റാൻ തീരുമാനിക്കുന്നു. 5 cents for admission to see the angel. The curious came from far away. The most unfortunate invalids on earth came in search of health. അങ്ങനെ എന്ത് ചെയ്തു? വേലിയൊക്കെ കെട്ടി എന്ത് ചെയ്തു? ഈ പറയുന്ന കണക്ക് എന്ത് ചെയ്യാം? അവരെ അല്ലെങ്കിൽ ഈ പറയുന്ന പുള്ളിക്കാരനെ എന്ത് ചെയ്യാം? ഒരു പ്രദർശന വസ്തു ആക്കാന്ന് ആര് ഡിസൈഡ് ചെയ്യാണ്? ഈ പറയുന്ന കണക്ക് നമ്മളെ ഈ പറയുന്ന പെലയോ ഇൻസിഡന്റ് കൊണ്ട് ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ 5 സെന്റ്, ഒരാൾക്ക് 5 സെന്റ് റുപ്പീസ് അല്ലെങ്കിൽ ആ പറയുന്ന പൈസ വെച്ച് എന്ത് ചെയ്യാം? അഡ്മിഷൻ കൊടുക്കാം. Then the curious came from, ഒരുപാട് ആൾക്കാർ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ആൾ ആദ്യമായിട്ട് കാണല്ലേ? ഒരു ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സോട് കൂടിയ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഒരാളുടെ പെലയോ എന്ന് പറയുന്ന ഒരാളുടെ ചിക്കൻ കൂപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആൾക്കാർ ദൂരദേശത്ത് നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്ന് വെച്ചാൽ ഈ വയ്യാത്ത ആൾക്കാര്, കാല് വയ്യാത്തവര്, അസുഖം ബാധിച്ചവര്, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻവാലിഡ് അസുഖബാധിതര്, ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ, ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്? വന്നു തുടങ്ങി. എങ്ങോട്ട്? ഈ പറയുന്ന കണക്ക് ആരെ കാണാനായിട്ട്? ഈ പറയുന്ന മാനെ, ഈ വെരി ഓൾഡ് മാനെ കാണാനായിട്ട് വന്നു തുടങ്ങി. കെയിം ടു സെർച്ച് ഓഫ് ഹെൽത്ത്. എന്താണ്? അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ വാർത്ത ആദ്യമേ പോയി, കാര്യം ഈ പറയുന്ന കുട്ടിക്ക് വേണ്ടിയാണ് ആര് വന്ന? ഏഞ്ചൽ വന്നേന്നുള്ള ന്യൂസിൽ ആ ലേഡി പാസ് ചെയ്തായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഏഞ്ചലാണ് കിടക്കുന്നത്. ഏഞ്ചൽ കിടക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കും എന്താണ്? ഈ പറയുന്ന ഏഞ്ചലിനെ കൊണ്ട് അവരുടെ ഈ പറയുന്ന ഡിസബിലിറ്റീസ് മാറാം, ഈ പറയുന്ന ആൾക്കാർക്ക് നല്ല ജീവിതം ഉണ്ടാവാം. സോ അങ്ങനെയുള്ള ആൾക്കാർ, ഹെൽത്തി അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആരെ തേടി, ആരെ കാണാനായി, ഒരു നോക്ക് കാണാനായി വന്നു തുടങ്ങി. ഈ പറയുന്ന ആ ഏഞ്ചലിനെ, ക്യാപ്റ്റീവ് ആയിട്ടുള്ള ഏഞ്ചലിനെ അല്ലെങ്കിൽ വെരി ഓൾഡ് മാനെ കാണാനായിട്ട് വന്നു തുടങ്ങി എന്ന് പറയുന്നു. പെലയോ ആൻഡ് എൽസിൻഡ were happy with a fatigue. In less than a week, they had crammed their rooms with money. Still, the line of pilgrims waiting their turn to enter reached beyond the horizon. അങ്ങനെ നോക്കിയപ്പോൾ കാണാം, നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? ലിസിന്റെയും പെലയും കൂടെ എന്ത് ചെയ്തു? ഈ പറയുന്ന കണക്ക് പൈസ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. ഹാപ്പി വിത്ത് ഫാറ്റിക് മീൻസ് അവരുടെ ഇപ്പൊ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്താണ് സാഹചര്യത്തിൽ അവർ ഹാപ്പിയാണ് അല്ലെ? ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നു, അവർക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ എങ്കിലും അവരെന്താണ്? വളരെ ഹാപ്പിയാണ്. ആൻഡ് ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ചക്കകം തന്നെ എന്ത് ചെയ്തു? അവരുടെ റൂമുകളും എല്ലാം പൈസ കൊണ്ട്, പണം കൊണ്ട് തന്നെ. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? 5 സെന്റ് കൊണ്ട് അവർ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച് ബിയോണ്ട് ദ ഹൊറിസൺ. നോക്കിയപ്പോൾ കാണാം ക്യൂ. ആരെ കാണാനുള്ള ക്യൂ? ഈ പറയുന്ന ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിനെ കാണാനുള്ള ക്യൂ. എന്താണ്? അങ്ങ് അറ്റം വരെ, ഹൊറിസോൺ, അങ്ങ് അവർ കണ്ണെത്താ ദൂരത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ചക്രവാളം വരെ എന്താണ് നീണ്ടു. മീൻസ് അങ്ങ് അറ്റം വരെ എന്താണ്? ക്യൂ. ആൾക്കാർ അങ്ങ് അറ്റം വരെ നീണ്ടു നിൽക്കുകയാണ്. എത്രയോ ദൂരത്തോളം ക്യൂ ഇങ്ങനെ നിൽക്കുന്നു. അത്രയും ആൾക്കാർ ഇങ്ങനെ ആരെ കാണാനായിട്ട് കാത്തിരിക്കുന്നു? ഈ പറയുന്ന ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിനെ കാണാനായിട്ട് കാത്തിരിക്കുന്നു. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത്രയും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത് നമുക്ക് ഒന്നാമത്തെ പാർട്ടായിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും നിങ്ങളെ നോക്കുക. ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും.